മേഖലയിൽ വമ്പൻ ചുവടുവെപ്പിനൊരുങ്ങി ഇന്ത്യ. കുഷ ദീർഘദൂര ഉപരിതല വ്യോമ മിസൈലിന്റെ ആദ്യ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയതിന് പിന്നാലെ അടുത്ത 12 മാസത്തിനുള്ളിൽ DRDO 3 സുപ്രധാന ഇന്റർസെപ്റ്റർ പരീക്ഷണങ്ങൾ കൂടി നടത്താൻ തയ്യാറെടുക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വപ്ന പദ്ധതിയായ സുദർശൻ ചക്രത്തിന് കീഴിലാണ് ഈ അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനം വികസിപ്പിച്ചെടുക്കുന്നത്. ഒഡീഷ തീരത്ത് വെച്ച് നടന്ന കുഷ M1 ഇന്റർസെപ്റ്ററിന്റെ ആദ്യ പരീക്ഷണത്തിൽ അതിവേഗത്തിലുള്ള വ്യോമ ഭീഷണികളെ മിസൈൽ വിജയകരമായി പ്രതിരോധിച്ചിരുന്നു. യുദ്ധവിമാനങ്ങൾ, മിസൈലുകൾ, ഡ്രോണുകൾ, വലിയ ശത്രു വിമാനങ്ങൾ തുടങ്ങിയ വിവിധ ഉയരങ്ങളിലും ദൂരങ്ങളിലും വരുന്ന ഏത് വ്യോമ ഭീഷണികളെയും പൂർണ്ണമായി തകർക്കാൻ സാധിക്കുന്ന രീതിയിലാണ് കുഷ സംവിധാനം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അടുത്ത ഘട്ടങ്ങളുടെ ഭാഗമായി 150 കിലോമീറ്റർ ദൂരപരിധിയുള്ള M2 ഇന്റർസെപ്റ്ററും തുടർന്ന് 400 കിലോമീറ്റർ ദൂരപരിധിയുള്ള M3 ഇന്റർസെപ്റ്ററുമാണ് പരീക്ഷിക്കുന്നത്. 2022 മെയ് മാസം സുരക്ഷാ ക്യാബിനറ്റ് കമ്മിറ്റിയുടെ അനുമതി ലഭിച്ച ഈ പദ്ധതി വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും രാജ്യത്തിന്റെ പ്രതിരോധ ശേഷി ഇരട്ടിയാക്കാനും സഹായിക്കുമെന്നാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യയുടെ 80 കിലോമീറ്റർ ദൂരമുള്ള ഇടത്തരം മിസൈൽ സംവിധാനത്തിനും S-400 സംവിധാനത്തിനും ഇടയിലുള്ള വിടവ് നികത്താൻ ഈ പുതിയ മിസൈലുകൾക്ക് സാധിക്കും. ആധുനിക യുദ്ധമുറകളിൽ ദീർഘദൂര മിസൈലുകളുടെയും ഡ്രോണുകളുടെയും പങ്ക് നിർണായകമാകുന്ന ഈ കാലഘട്ടത്തിൽ ഇന്ത്യയുടെ സുരക്ഷ ശക്തമാക്കുന്നതിൽ പ്രൊജക്ട് കുഷ വലിയൊരു വഴിത്തിരിവായി മാറും. അതിർത്തിക്കപ്പുറത്തു നിന്നുള്ള ഭീഷണികൾ മുൻകൂട്ടി കണ്ടെത്തി തടയാൻ സഹായിക്കുന്ന നൂതന ദീർഘദൂര റഡാർ സംവിധാനങ്ങളും ഇതിന്റെ ഭാഗമാണ്. വരാനിരിക്കുന്ന ശക്തമായ ഈ മിസൈൽ പരീക്ഷണങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇന്ത്യയുടെ പ്രതിരോധ കരുത്ത് വീണ്ടും വിളിച്ചോതുന്ന ഒന്നായിരിക്കുമെന്ന് ഉറപ്പാണ്. അതേസമയം സ്വാതന്ത്ര്യാനന്തര കാലഘട്ടം മുതൽ ദശാബ്ദങ്ങളോളം ലോകത്തിലെ ഏറ്റവും വലിയ ആയുധ ഇറക്കുമതി രാജ്യങ്ങളിൽ ഒന്നായി തുടരുന്ന രാജ്യമാണ് ഇന്ത്യ. എന്നാൽ ഇന്ന് ആരെയും അമ്പരിപ്പിക്കുന്ന തരത്തിൽ തദ്ദേശീയമായ രൂപകൽപ്പനയിലും നിർമ്മാണത്തിലും അധിഷ്ഠിതമായ ഒരു ആഗോള പ്രതിരോധ കയറ്റുമതി ഹബ്ബായി വേഗത്തിൽ മാറുകയാണ് രാജ്യം. പ്രതിരോധ സ്വയം പര്യാപ്തത ലക്ഷ്യമിട്ടുള്ള നയപരമായ മാറ്റങ്ങളും സാങ്കേതിക മുന്നേറ്റങ്ങളും ഇന്ത്യയുടെ സൈനിക സുരക്ഷയും നയതന്ത്ര മുൻഗണനകളെയും പൂർണ്ണമായും പുനർനിർവചിച്ചിരിക്കുന്ന നിർണായകമായ ഒരു കാലഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് രാജ്യം. അത് ദീർഘവീക്ഷണത്തോടെയുള്ള നിരവധി നയങ്ങൾ കാലാകാലങ്ങളിൽ ഭരണാധികാരികൾ സ്വീകരിച്ചതിന്റെ ഫലം കൂടിയാണ് ഈ മാറ്റം. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ആയുധ ഇറക്കുമതി രാജ്യമായിരുന്നു ഇന്ത്യ. ഇന്ന് തദ്ദേശീയമായ ആയുധങ്ങളുടെ സംഭരണത്തിലേക്കും അവ കയറ്റുമതി ചെയ്യുന്നതിലേക്കും മാറിയതിനു പിന്നിൽ കഴിഞ്ഞ ദശാബ്ദത്തിൽ നടപ്പിലാക്കിയ അതിശക്തമായ ഘടനാപരമായ പരിഷ്കാരങ്ങളാണ്. വിദേശ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്നതിനായി 2020 പ്രതിരോധ മേഖലയിലെ വിദേശ നേരിട്ടുള്ള നിക്ഷേപ പരിധി ഓട്ടോമാറ്റിക് റൂട്ടിലൂടെ 74%, സർക്കാർ അനുമതിയോടെ 100% വർദ്ധിപ്പിച്ചു. കമ്പനികൾക്ക് പ്രതിരോധ ഉൽപാദനം എളുപ്പമാക്കുന്നതിനായി 2025 വ്യാവസായിക ലൈസൻസുകളുടെ പ്രാരംഭ കാലാവധി 70 വർഷത്തിൽ നിന്നും 15 വർഷമായി നീട്ടി നൽകി. പിന്നീട് ആംസ് ആക്ടിന് കീഴിൽ കമ്പനിയുടെ ആയുഷ്കാലം മുഴുവൻ സാധുതയുള്ള തരത്തിലുള്ള ചട്ടങ്ങൾ ലളിതമാക്കുകയും ചെയ്തു. ഇതിന്റെ ഫലമായി ലൈസൻസ് നേരിടുന്ന കമ്പനികളുടെ എണ്ണം 3 ഇരട്ടിയായി വർദ്ധിച്ചു. തദ്ദേശീയ ഉൽപാദന അടിത്തറ വികസിപ്പിക്കുന്നതിനുള്ള മറ്റൊരു വലിയ നാഴികക്കല്ലായിരുന്നു 2021 ഒക്ടോബറിൽ നടന്ന ഓർഡിനൻസ് ഫാക്ടറി ബോർഡിന്റെ കോർപ്പറേറ്റ് വൽക്കരണം. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ പൊതുമേഖലാ ബോർഡ് പിരിച്ചുവിട്ട് പകരം യന്ത്ര ഇന്ത്യ ലിമിറ്റഡ്, അഡ്വാൻസ് വെപ്പൺ ആൻഡ് എക്യുപ്മെന്റ് ഇന്ത്യ ലിമിറ്റഡ് ഉൾപ്പെടെയുള്ള 7 പുതിയ പ്രതിരോധ പൊതുമേഖലാ സ്ഥാപനങ്ങൾ രൂപീകരിച്ചു. ഈ സ്ഥാപനങ്ങൾ കോർപ്പറേറ്റ് ശൈലിയിലേക്ക് മാറിയതോടെ ഉൽപാദന ക്ഷമതയും കയറ്റുമതി സാധ്യതയും വർദ്ധിച്ചു. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.